ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആൻഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവയാണ്. നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ഒരു 750 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി കുറച്ച് നെയ്യ് വേണം, പഞ്ചസാര വേണം, കുറച്ച് പാല് വേണം, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ വേണ്ടത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സ്വീറ്റായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നതാണ്, പശു നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം കുക്കറിലിട്ടിട്ട് 1-2 വിസിലടുപ്പിച്ച് നിങ്ങൾക്കിത് ഇതേപോലെ ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ സാവധാനം വഴറ്റിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സ്വാദിഷ്ടം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. കുക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ നിൽക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താലും മതി. അടച്ചു വെച്ച് വേവിച്ച് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു മണമൊക്കെ അന്നേരത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് 200 ml പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ക്യാരറ്റ് വേണമെങ്കിലും, ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മധുരമുള്ള ക്യാരറ്റാണിത്. മറ്റേ ക്യാരറ്റ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് പാലൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോഴേ നല്ല മധുരം ഇതിനുണ്ടായിരുന്നു. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ തന്നെ മതി. പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്നു എങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹൽവയാണ് ഇത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് പതുക്കെ വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ്, അതായത് ബദാമും കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിയും കൂടെയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് ഇത്. ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇപ്പോൾ സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.